സ്പെയിൻ കപ്പുയർത്തിയ രാത്രിയിൽ ഒരിക്കൽ കൂടി കണ്ണീരണിഞ്ഞിരിക്കുകയാണ് ഇംഗ്ലണ്ട്. തുടർച്ചയായ രണ്ടാം യൂറോ ഫൈനലിലാണ് ഇംഗ്ലണ്ട് പരാജയപ്പെടുന്നത്. കിരീട വരൾച്ചയ്ക്ക് അന്ത്യം കുറിക്കാനിറങ്ങിയ ഇംഗ്ലണ്ടിന് ആദ്യ യൂറോ കപ്പിനായി ഇനിയും കാത്തിരിക്കണം. 2020 ഇറ്റലിക്കെതിരെ യൂറോ ഫൈനലിൽ പരാജയപ്പെട്ട ഇംഗ്ലണ്ട് ഇത്തവണ എന്തു വില കൊടുത്തും കപ്പുയർത്താനാണ് ജർമ്മനിയിലേക്ക് വണ്ടി കയറിയത്. ഉഴപ്പിക്കളിച്ചെങ്കിലും ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ട് ഗ്രൂപ്പ് ഘട്ടം കടക്കുന്നത്. പക്ഷേ പ്രീ ക്വാർട്ടറിലും ക്വാർട്ടറിലും സെമിയിലുമടക്കം മികച്ച പ്രകടനം പുറത്തെടുത്ത ടീം കിരീട പ്രതീക്ഷ നൽകി. ടീമിന്റെ മോശം പ്രകടനത്തിൽ ഏറ്റവും അധികം പഴികേട്ടത് പരിശീലകൻ ഗാരറ്റ് സൗത്ത്ഗേറ്റ് ആണ്. യൂറോ കപ്പിൽ സൗത്ത്ഗേറ്റിനോളം വിമർശനം ഏറ്റുവാങ്ങിയ മറ്റൊരു പരിശീലകനുണ്ടാകില്ല. താരനിബിഡമായ ഇംഗ്ലണ്ട് ടീമിൽ നിന്ന് ആകർഷകമായ കളിയോ ആധികാരിക ജയമോ ഇല്ലാത്തതാണ് ആരാധകരെ ചൊടിപ്പിച്ചത്. എന്നാൽ ടീമിനെ ഫൈനലിലേക്ക് നയിച്ച സൗത്ത്ഗേറ്റ് വിമർശകരുടെ വായടപ്പിച്ചു. 2020 വഴുതിമാറിയ കിരീടത്തിൽ മുത്തമിട്ടാൽ ചരിത്ര സംഭവമാകുമെന്നിരിക്കെയാണ് കലാശപ്പോരിൽ സ്പെയിനോട് 1-2 ഗോളിന്റെ പരാജയം ഇംഗ്ലണ്ട് ഏറ്റുവാങ്ങുന്നത്. ഇരു ടീമുകളും മികച്ച രീതിയിൽ തന്നെ കളിച്ചെങ്കിലും ഭാഗ്യം തുണച്ചത് സ്പെയിനെയാണ്. ഒരിക്കൽ കൂടി ഹാരി കെയ്നും സംഘവും ഭാഗ്യം തുണയ്ക്കാത്ത ടീമായി മാറിയിരിക്കുന്നു. 1966 ലോകകപ്പ് നേടിയതിൽ പിന്നെ ഇംഗ്ലണ്ട് ലോകകപ്പോ യൂറോ കപ്പോ നേടിയിട്ടില്ല. യൂറോ കപ്പിലെ മികച്ച പ്രകടനം 2026 ലോകകപ്പ് വരെ സൗത്ത്ഗേറ്റിന്റെ പരിശീലക കാലാവധി നീട്ടുമെങ്കിലും അവിടെയും പരാജയമാണ് ഫലമെങ്കിൽ അടുത്ത യൂറോ കപ്പിന് ഇംഗ്ലീഷ് പരിശീലക കുപ്പായത്തിൽ സൗത്ത്ഗേറ്റ് ഉണ്ടാകില്ല. നിർഭാഗ്യ നായകൻ എന്ന പേര് സ്ഥിരമായി ചാർത്തപ്പെട്ട ഹാരി കെയ്നും തുടർച്ചയായ രണ്ടാം യൂറോ കപ്പിന്റെ കലാശപ്പോരാട്ടത്തിൽ പരാജയപ്പെട്ട് കണ്ണീരണിഞ്ഞു മടങ്ങുന്ന ഇംഗ്ലണ്ട് ടീമും കിരീടത്തിനായി ഇനിയും കാത്തിരിക്കണം. സ്പോർട്സ് ഡെസ്ക്, ജനം.